Hi, my dear children. Good morning, teacher. Good morning. Good morning, teacher. Ah, Good morning, teacher. Good morning, teacher. Good morning, teacher. okay, welcome back to our class. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ചെയ്യാൻ പറഞ്ഞ വർക്ക് ചെയ്തോ? കാണട്ടെ, അക്ഷരദീപ് കാണട്ടെ. വർക്ക് കൂടുതലായോ? ഇല്ല അല്ലേ, കുറച്ചേ ഉള്ളൂ. ആ, ഗുഡ് ഗുഡ്. ജോവിനും എഴുതിയില്ല, കണ്ടില്ലല്ലോ. ജിയ? ആ, ഓക്കെ. ഇപ്പൊ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കൂടും, ഇനിയും വർക്ക് വരാൻ പോവാ. അപ്പൊ പറയുമ്പോ അത് ആ സമയത്ത് തന്നെ ചെയ്ത് വരണം. ഓക്കെ, ആദ്യത്തെ കാണിച്ചോ? മുഹമ്മദ് റിസ്വാൻ. ഓക്കെ, കാണിക്കാത്തവരാരാ ഉള്ളത്? എഴുതാത്തവരാരാ? അൻസബ്, എഴുതാത്തവരുണ്ടെങ്കിൽ എല്ലാരും എഴുതിയോ? ആയിഷ ഷിഹാബ് എഴുതിയില്ല? ആയിഷ എന്താ എഴുതാത്ത? ബുക്ക് വാങ്ങിയില്ലേ? എന്താ എഴുതാത്തത്? പിന്നെ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. കൈയ്യട്ടിയിരുന്ന എല്ലാവരും കാണട്ടെ. ടീച്ചറെ കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. for the hands. ഗുഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കുറെ കാര്യങ്ങൾ പഠിച്ചല്ലേ? അഫ്രാസ്, don't write, listen here. ഇവിടെ ശ്രദ്ധിച്ചേ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഈ ചേർത്ത് വേർഡ്സ് പഠിച്ചു അല്ലെ? അക്ഷരദീപത്തിൽ നമ്മൾ 2 ഹോംവർക്ക് ചെയ്യുകയും ചെയ്തു. നല്ല രസമില്ലേ ഹിന്ദി വേർഡ് എഴുതാൻ? അബ്, അഭയ് എന്നൊക്കെ എഴുതാൻ നല്ല രസമില്ലേ? ആൻഡ്രോസ് ഡെന്നി കഴിഞ്ഞ ക്ലാസ് കേട്ടില്ല അല്ലെ? ഹോംവർക്ക് ചെയ്തോ? അക്ഷരദീപ് കാണട്ടെ. അക്ഷരദീപ് വർക്ക് ചെയ്തോ? ഗുഡ്, മിടുക്കി. ലിസൺ, നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഈ പഠിച്ചു അല്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരണോ? നേരത്തെ വരാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞു തരാം. ബുക്കിൽ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തേ.
എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ടേബിളിൽ തുറന്നു വെക്ക്. ലിസൺ. ടീച്ചർ പറയുമ്പോ അവിടുന്ന് ഒച്ചത്തിൽ പറഞ്ഞു പഠിക്കണം. ടീച്ചറിന്റെ കൂടെ പറയണം. പറയോ? എന്നാ പറഞ്ഞോ. എങ്ങനെയാ? കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം. എങ്ങനെയാ? വിരൽ എവിടെയാ? അക്ഷരങ്ങൾ ആദ്യം വായിക്കണം, എന്നിട്ട് വേണം പിക്ചർ നോക്കിട്ട് അത് എന്താന്ന് പറയാൻ. ഏതാ അക്ഷരം? ആ അല്ലേ? ടെക്സ്റ്റ് ബുക്കില് ആ പഠിച്ചു, അതിന് ആ ഡോട്ട് ഇട്ട് ആ എഴുതിയതിന് മുകളിലൂടെ പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ പറഞ്ഞു അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുന്നതാണ്. ആ പറഞ്ഞോ? ടീച്ചർ വായിക്കുമ്പോ കൂടെ തന്നെ വായിച്ചോ കേട്ടോ. ആ സെ അനാർ. आ से अनार. आ से आम. ई से इमली. ई से ईख. Once more. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞാണ്, ശ്രദ്ധിച്ചിരുന്നോ? ആ സെ അനാർ, ആ സെ ആം, ഈ സെ ഇമലി, ഈ സെ ഈഖ്. ഓക്കെ. നെക്സ്റ്റ് പേജ് എടുത്ത് എല്ലാവരും. നെക്സ്റ്റ് പേജില് കണ്ടോ? ഹായ്, എന്തൊക്കെ പിക്ചറാല്ലേ നെക്സ്റ്റ് പേജില്. നോക്കിക്കോ. ഈ അക്ഷരത്തിന് പരിചയമുണ്ടോ? ഇത് ഏത് അക്ഷരമാ ഹിന്ദിയില്? ഗുഡ്. ഇഷിക രാജ്, ഗുഡ്. അല്ലേ? ഊസെ ഉല്ലു. ഊസെ ഉല്ലു. എന്താ ഉല്ലു എന്ന് പറഞ്ഞാല്? മൂങ്ങ. മുഹമ്മദ് റാസ് എന്നാണ്. മൂങ്ങ അല്ലേ? മൂങ്ങക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഔൾ അല്ലേ? ഊസെ മൂങ്ങ എന്നാണ് പറയുന്നത്. ഊസെ മൂങ്ങ എന്നാണ് പറയുന്നത്. അല്ല, ഊസെ ഉല്ലു. ഊസെ ഉല്ലു. അഫ്രാസ്, ലിസൺ, അലൻ ജോസഫ്. ആരും എഴുതുവൊന്നും വേണ്ട. കൈ വിരൽ കൊണ്ട് തൊട്ട് വായിക്കുക വേണ്ടത് ഇപ്പൊ. എഴുതുവൊന്നും ചെയ്യരുത്. ഇത് ഏതാ അക്ഷരം? ആ അക്ഷരത്തിന് നേരെ കൈവിരൽ തൊട്ട് വായിക്കേ. ഊസെ ഉല്ലു. ഉല്ലു മീൻസ് ഔൾ. ഉല്ലുവിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഔൾ. ഓക്കെ. ഇവിടെ കണ്ടോ? ഡോട്ട് ഇട്ടത് കണ്ടോ? നമ്മൾ എഴുതി കൊടുക്കണം അതിന്റെ മുകളില്. പെൻസിൽ എടുത്തിട്ട് അതിന്റെ മുകളിലേ എഴുതണം. ഊന്ന് എഴുതുക അവിടെ ഇരുന്നിട്ട്. ടേക്ക് യുവർ പെൻസിൽ. റൈറ്റ്. എഴുതിയോ? ഡോട്ട് ഇട്ടതിന്റെ മുകളില് ഊന്ന് എഴുതുക, മുകളിൽ വരയ്ക്കുക. നെക്സ്റ്റ് ലിസൺ. പെൻസിൽ അവിടെ വെച്ചോ. പെൻസിൽ ഇനി വേണ്ട നമുക്ക്. പെൻസിൽ അവിടെ വെച്ചു. എഴുതി കഴിഞ്ഞില്ലേ? ഇനി ശ്രദ്ധിച്ചേ. പെൻസിലൊന്നും എടുക്കണ്ട. ഇനി നമുക്കത് പറഞ്ഞു പഠിക്കാം. ഏതാക്ഷരം? ഊസെ ഉല്ലു. ഓക്കെ, പഠിച്ചു. നെക്സ്റ്റ് കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? ഊസെ എന്താ? ഊൻ. ഊസെ ഊൻ. ഊൻ എന്ന് പറഞ്ഞ എന്താ? വൂൾ അല്ലേ? നൂല്. അറിയില്ലേ? നൂലറിയില്ലേ? നമ്മൾ തയ്ക്കാനൊക്കെ എടുക്കുന്ന നൂലല്ലേ? ഊൻ. എന്താ? ഊൻ. ഊസെ ഊൻ. Okay, listen. Once more say, ഊസെ ഉല്ലു.
കൈവിരൽ എവിടെ? നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഷഹബറ എന്താ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നേ? വിരല് തൊട്ട് വായിക്കൂ. ഊസേ ഉല്ലു, ഊസേ ഊൻ, ഊസേ ഉല്ലു, ഊസേ ഊൻ. പഠിച്ചോ? പറയാൻ പഠിച്ചോ? ആ ഗുഡ്. ഒന്നുകൂടെ നമുക്ക് ഫസ്റ്റ് പേജിലോട്ട് പോകാം. കണ്ടോ? ഫസ്റ്റ് പേജ് എടുത്തേ എല്ലാവരും. ആ തൊട്ട് വായിച്ചോ. ആസെ അനാർ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ടീച്ചർ തെറ്റൊക്കെ പറയും. ടീച്ചർ തെറ്റാണോ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടുപിടിക്കണം തെറ്റാണെങ്കിൽ. എന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് എന്ന് പറയണം ടീച്ചർ അത് തെറ്റിപ്പോയി എന്ന്. ശ്രദ്ധിച്ചിരിക്കണേ. ആസെ അനാർ, ആസെ ആം. വിരൽ എവിടെയാ നിങ്ങളുടെ? തലയിലാണോ വെക്കണ്ടേ? പുസ്തകത്തിൽ തൊട്ട് വായിക്കേ. ആസെ ആം, ഈസെ ഇമലി, ഈസെ ഈക്ക്, ഈ കഴിഞ്ഞ നെക്സ്റ്റ് വേർഡ് ലെറ്റർ ഏതാ? ഈ കഴിഞ്ഞാല് നെക്സ്റ്റ് പേജില് ഊ. ഊസെ ഉല്ലു, ഊസെ ഊൻ, ആ നെക്സ്റ്റ് നോക്കിക്കോ. ഇത് നോക്കിയേ. എന്താ ഏതാ അക്ഷരം ഇത്? ആർക്ക് പറയാം? ആ എല്ലാരും പറഞ്ഞോ അവിടെ ഇരുന്നിട്ട്. എന്താ അക്ഷരം? ഇറ്. ഇറ് അല്ലേ? ഇറ്. ഇറ് ചേർത്തിട്ട് ഒരു വേർഡ് ഉണ്ട്. എന്താ? ഋഷി. ഇർസെ ഋഷി. റിച്ചാർഡ് എന്താ അവിടെ എഴുതുന്നേ? ഇർസെ ഋഷി. നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ ഊവിന്റെ ഡോട്ട് ഇട്ടതിന്റെ മുകളിലെ വരച്ചില്ലേ നമ്മള്? അതുപോലെ ഊന്ന് എഴുതിയതിന്റെ മുകളിലെ വരച്ച് പെൻസിലും കൊണ്ട്. ഊ റൈറ്റ് സൈഡിൽ കണ്ടോ? അതിന്റെ മുകളില് പെൻസിലും കൊണ്ട് ആ ഡോട്ട് മുഴുവൻ ഫില്ല് ചെയ്തേ. ഊ. താഴെ ഇറ്. ഇറ് എങ്ങനെ എഴുതുന്ന നോക്കിയോ? അതിന്റെ മുകളിലെ തന്നെ ലാസ്റ്റ് മാത്രമേ നമ്മൾ മുകളിൽ വരയ്ക്കാവൂ കേട്ടോ. അക്ഷരം എഴുതി കഴിഞ്ഞതിന് ലാസ്റ്റ് മാത്രമേ മുകളിൽ വരയ്ക്കാവൂ. ഇറ് എഴുതിയോ? കാണട്ടെ, എല്ലാവരുടെ ബുക്ക് കാണട്ടെ. ഇറ് എഴുതിയവരെ ബുക്ക് കാണട്ടെ. ആ ആൻഡ്രോസ്, റിച്ചാർഡ്, അമൃത, ഐഷ, മുഹമ്മദ് റസ്, ഓക്കെ. ഹാദി, അനുക്ത എഴുതി കഴിഞ്ഞില്ല. ഷഹബറ, ഹാദിയ റഷീദ്, അഫ്രാസ്, ജൽവ, സൽമാൻ, ആദിത്ത്, ഇഷിക, ജോയൽ, ജോവിൻ, അയാൻ, അലൻ. മുഹമ്മദ് റിസ്വാൻ എഴുതിയില്ല? ആദിൻ എഴുതിയില്ലേ? എഴുതിയോ? ബുക്ക് എവിടെ? കാണട്ടെ, ബുക്ക് കാണട്ടെ. എഴുതിയോ? ആ ജിയാറോസ്, മുഹമ്മദ് അബ്ബാസ് എന്നാണോ? ഓക്കെ. ഇനി ആരാ? റയാൻ. ആരാ എഴുതി കാണിക്കാത്തവര്? ജിയാട് കണ്ടു. മുഹമ്മദ് റിസ്വാൻ എഴുതിയോ? ആ ഓക്കെ ഗുഡ്. എഴുതി കാണിക്കാത്തവരുണ്ടോ? സൽമാൻ കാണിച്ചു. ഓക്കെ. എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് ഇപ്പൊ? ഇറ് വരെ പഠിച്ചു. ഇർസെ ഋഷി. ഒന്ന് സ്പീഡ് പറഞ്ഞു നോക്കാം നമുക്ക്. ഞാൻ തെറ്റിച്ച് പറയും, നിങ്ങൾ കണ്ടുപിടിക്കണം. തെറ്റെന്താ നിങ്ങൾ കണ്ടുപിടിക്കണം. നോക്കട്ടെ, റിച്ചാർഡിനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ജോവിൻ കണ്ടുപിടിക്കും പെട്ടെന്ന്. ജോവിനും ജിയാമോളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കും. ആൻഡ്രോസ് നോക്കട്ടെ. ഇപ്പൊ പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് പേജ് എടുത്തോ.
आ से अनार, आ से आम, ई से ईख. അയ്യോ തെറ്റിപ്പോയോ, സോറി. ഈ സേ അമരൂദ് എന്നാണോ? പിന്നെന്താ? ഈ സേ ഇമലി. ആ കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് മനസ്സിലായി. ടീച്ചർ മറന്നുപോയി പെട്ടെന്ന്. നിങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ. ഈ സേ ഇമലി. അമൃത നോക്കിയിരിക്കോ ടീച്ചർ തെറ്റാണോ പറയുന്നേന്ന്. ഈ സേ ഈഖ്, ഊ സേ ഋഷി. ഊ സേ ഋഷിയാണോ? നോ, ഊ സേ ഉല്ലു. തെറ്റിപ്പോയി. ഊ സേ ഉല്ലു, ഊ സേ ഊൻ, ഇർ സേ ഋഷി. ഓക്കേ, നിങ്ങൾ എത്ര പേര് തെറ്റാതെ പറയും? എല്ലാരും പറയോ? ആ, നമ്മൾ ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞോ? ഋഷിയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സേജ് അല്ലേ? എന്താ? സേജ്. ആ, ഓക്കെ. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒന്നുകൂടെ. വൺസ് മോർ സേ. ഓൾ സ്റ്റാൻഡ് അപ്പ്. സിറ്റ് ഡൗൺ. ആ, ഓക്കെ, ഗുഡ്. ഒന്ന് അടങ്ങിയിരുന്നേ അവിടെ. ഇത് എന്താ ഇളകി മറിഞ്ഞ് അവിടെ കിടന്ന്? അടങ്ങിയിരുന്നേ. കൈ കെട്ടിയിരുന്നേ. നോക്കട്ടെ. ആയിഷ. ആ, ഒന്നുകൂടെ സ്പീഡ് പറയാം. തെറ്റിപ്പോകാതെ നോക്കണേ. ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഇപ്രാവശ്യം തെറ്റാതെ പറയും. നോക്കട്ടെ. ആ സേ അനാർ, ആ സേ ആം, ഈ സേ ഇമലി, ഈ സേ ഈഖ്, ഊ സേ ഉല്ലു. നിങ്ങൾ പറയുന്നില്ലേ? നിങ്ങൾ അവിടെ സൂക്ഷിച്ച് നോക്കുക. ടീച്ചർ തെറ്റാണോ പറയുന്നത് അല്ലെ? ഊ സേ ഉല്ലു, ഊ സേ ഊൻ, ഇർ സേ ഋഷി. കറക്റ്റ് ആണോ? ഒന്ന് കൈയടിച്ച് തന്നാല്. കറക്റ്റ് ആണെങ്കില് താങ്ക് യു. തെറ്റിക്കാതെ പറഞ്ഞു. താങ്ക് യു. ഇനി നിങ്ങൾ പറയോ തെറ്റിക്കാതെ? ആ, നോക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ ഓരോരുത്തരായിട്ട്. നിങ്ങൾ തെറ്റിച്ചെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടീച്ചറിനെ കളിയാക്കിയില്ലേ നിങ്ങള്? അലൻ ജോസഫ്, പ്ലീസ് അൺമ്യൂട്ട്. എല്ലാരും കൊണ്ട് വായിപ്പിക്കും. എല്ലാരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചിരുന്നോ? അലൻ, പ്ലീസ് അൺമ്യൂട്ട്. അലൻ, അലന്റെ അടുത്തോട്ട് വരാം. അലൻ പറഞ്ഞോ. ഫസ്റ്റ് തൊട്ട് വായിച്ചോ. ആ സേ ആം എന്നാണോ? ആ സേ അനാർ, ആ സേ ആം, ഈ സേ ഇമലി, ഈ സേ ഈഖ്, ഉല്ലു, ഊ സേ ഊൻ, ഇർ സേ ഋഷി. Okay, good. Give clap. Good. Very good. Midkan. Next, Afras. Afras speaker. Please unmute and say. A se anar. A se വിരല് കൊണ്ട് തൊട്ട് വായിക്ക്. സ്പീഡിൽ വായിക്ക്. ഈ സേ ഇമലി, ഈഖ്, ഊ ഉല്ലു, ഉസേ ഊൻ, ഇർ സേ ഋഷി. Good. Very good.
നെക്സ്റ്റ് അനുക്ത സനീഷ് സുനീഷ്. അനുക്ത. Ase anak. Ase Ise imeli. Ise ik. Use ഉജ്ജു. ullu. Irse rishi. ഗുഡ്, വെരി ഗുഡ്, മിടുക്കി. നെക്സ്റ്റ് ആര് പറയും? ആദിത്യ അനൂപ്. ആദിത്യ എല്ലാവരുടെ അടുത്തും വരും. ആദിത്യ. പ്ലീസ് അൺമ്യൂട്ട്. ടൈം ഈസ് ആദിത്യ. Ase anak. Ase imeli. Use ullu. Use un. Irse rishi. ഗുഡ്. ജോവിൻ. Please unmute. Okay. Ase anak. Ase Ise imeli. Ise inde. Eek. Use ullu. Use Irse rishi. rishi. Okay. Joel. Joel. ജോയില് നാളെ നന്നായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ. ഇനി ആരാണ് പറയുന്നത്? ആൻഡ്രോസ്. ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാണ് പറയുന്നത്? ഒരാൾ കൂടെ. മുഹമ്മദ് റാസ്. സ്പീഡിൽ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യുമോനെ? പ്ലീസ് അൺമ്യൂട്ട്. ഗുഡ്, വെരി ഗുഡ്. ഇനി എല്ലാവരും
നമ്മുടെ വർക്ക് സമയം തീരാൻ പോകുന്നതിനെ ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. എല്ലാരും പഠിച്ചത് ടീച്ചർക്ക് മനസ്സിലായി. എല്ലാരും വിളിക്കുന്നില്ല. ടീച്ചർ ഒന്നുകൂടെ പറയുമ്പോൾ അവിടെ നിന്ന് ഒച്ചത്തിൽ പറഞ്ഞു പഠിച്ചാണ്. ഇന്ന് എന്താ നമ്മൾ പഠിച്ചത്? രണ്ടാമത്തെ ക്ലാസ്സില് ഈ അല്ല ഉ മുതൽ ഇറു വരെ പഠിച്ചു അല്ലെ? എങ്ങനെയാ വായിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചുതരാം. എല്ലാരും ഫസ്റ്റ് പേജ് എടുത്തേ, ഒച്ചത്തിൽ വായിച്ചേ. ഒന്നും പറഞ്ഞിട്ടില്ല. ജോയലൊക്കെ ശ്രദ്ധിച്ചിരിക്കെ. ഒന്നൂടെ ലിസൺ. ആ സേ അനാർ, ആ സേ ആം, ഈ സേ ഇമലി, ഈ സേ ഈക്, ഊ സേ ഉല്ലു, ഊ സേ ഊൻ, ഋ സേ ഋഷി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് വായിച്ചു പഠിക്കണം. ഇനി എന്താ, എല്ലാവരുടെയും അമ്മമാർ അടുത്തുണ്ടല്ലോ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജില് ഡേറ്റ് ഇടണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തതാണ്. കഴിഞ്ഞ തേഴ്സ്ഡേയുടെ ഡേറ്റ് ആണ് എന്നുള്ളതിന് എഴുതേണ്ടത്. അത് രണ്ട് ഇന്നത്തെ ഡേറ്റ് ഇട്ടേ. ഈ എന്നുള്ളതിന് ഇന്നത്തെ ഡേറ്റ് ഇട്ടേ. എവിടെ ഈ എന്നുള്ളതിന് ഇന്നത്തെ ഡേറ്റ് 25 അല്ലേ? 25/6/2020. അമ്മമാരോട് ഡേറ്റ് ഇടാൻ പറയാ. ഊ എടുത്തതും ഇന്നാണ്. അവിടെ ഇന്ന് ഡേറ്റ് ഇടുക. ഇറു വരെ ഉള്ളത്. ടിക്ക് ഇടുവോ ഡേറ്റ് ഇടുവോ എന്തായാലും ചെയ്യാ. ഡേറ്റ് ഇട്ടോ, അതാ നല്ലത്. നമുക്ക് ഏത് ദിവസം എടുത്തതെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മുടെ നോട്ട് ബുക്കിലും നിങ്ങൾ എഴുതുമ്പം അന്നത്തെ ഡേറ്റ് ഇടണം. ഞാൻ ഇതിന്റെ ഡേറ്റ് കൂടെ നോക്കും. പേരൻസ് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് അക്ഷരദീപം എടുത്തില്ലേ? അക്ഷരദീപത്തിൽ ഇന്നത്തെ ഡേറ്റ് അവിടെ ആദ്യം എവിടെയാ? സ്വരാക്ഷർ വ്യഞ്ജനാക്ഷരം എന്നുള്ളിടത്ത് ഡേറ്റ് ഇടണം. ഇന്നത്തെ വർക്ക് ഹോംവർക്ക് തന്നേതാ? അഭയ് തന്നു അല്ലെ? 2 വേർഡ്സ് എഴുതാൻ തന്നു. അക്ഷരദീപത്തിൽ ഇനി അടുത്ത 2 വേർഡ്സും കൂടെ. അടുത്ത 3 വേർഡ്സ് ആണോ ഉള്ളത്? 2 വേർഡ്സ് ആണോ? 3 വേർഡ്സ് അല്ലെ? ഇന്ന് എന്ത് ചെയ്യണം? നിങ്ങള് ആ 2 വേർഡ്സ് കൂടി എഴുതണം. എഴുതുവോ? യെസ്. 2 വേർഡ്സ് അല്ലേ? ആ പേജ് തീരാൻ 3 വേർഡ്സ് കൂടി ഉണ്ടല്ലേ? ഏതൊക്കെ വേർഡ്സാ? അക്ഷരദീപം എടുത്തേ. ഉണ്ടോ മുമ്പില്? കയ്യിലുണ്ടോ? എടുത്തോ? അത് നോക്കിയേ. അഭയ് നമ്മൾ എഴുതി അല്ലേ? നല്ല കുട്ടികളാട്ടോ. പറഞ്ഞ പാട് നിങ്ങൾ കേട്ടു, എഴുതി. മിടുക്കരാണ്. അടുത്തത് അമൻ. ഏതൊക്കെ അക്ഷരം നോക്കിക്കോ അവിടെ. നായ കാണുന്നല്ലേ? അമനാന്നാണോ വായിക്കുന്നത്? അല്ല, അമൻ. സേ അമൻ. അമൻ എന്ന് പറഞ്ഞ എന്താ? പീസ്. ഇംഗ്ലീഷ് വേർഡെന്ന് നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഇപ്പൊ പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്താ ഇപ്പൊ ചെയ്യേണ്ട? അക്ഷരദീപത്തിൽ നന്നായിട്ട് എഴുതി പഠിക്കണം. അക്ഷരങ്ങള് കൈ വഴങ്ങാൻ വേണ്ടിയിട്ടുള്ള വർക്കാ അത്. നമ്മള് വേർഡൊക്കെ UKG നേരെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് വരുമ്പോ നമുക്ക് ഹിന്ദിയിൽ വേർഡൊക്കെ എഴുതാൻ പഠിക്കണ്ടേ? അതിനുള്ള പ്രാക്ടീസ് ആണ് അക്ഷരദീപം. ഇത് എഴുതി പഠിക്കൊന്നും വേണ്ട. ഇപ്പൊ നമ്മള് അക്ഷരങ്ങളും അതിന്റെ ഓരോ വേർഡ്സും പഠിക്കേണ്ടതുള്ളൂ കേട്ടോ. അക്ഷരദീപം കണ്ട് പേടിക്കൊന്നും വേണ്ട. എന്താ ചെയ്യേണ്ടത്? അവിടെ എഴുതിക്കോ. ഹോംവർക്ക് എഴുതിക്കോ. എവിടെയാ? HW ഇട്ടാ മതി. എന്താ? അമൻ. വായിച്ചേ. അമൻ. നെക്സ്റ്റ് എന്താ? ഏതൊക്കെ അക്ഷരം നോക്കിയോ? ഇൽ അല്ലെ? ഇൽ എന്ന് പറഞ്ഞ ലാ എന്നുള്ള അക്ഷരമാണ്. അബൽ എന്ന് പറഞ്ഞാല് വീക്ക് അല്ലെ? നെക്സ്റ്റ് നോക്കിയേ. അജൽ എന്ന് കണ്ടോ? ഇൽ. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അത് എഴുതണം. താഴെ വരെ എഴുതി പ്രാക്ടീസ് ആവണം. നമ്മള് നല്ല ഉരുട്ടി എഴുതണം. എഴുതുവോ? ഒത്തിരി വർക്ക് ആവുന്നുണ്ടോ? ഇല്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതണമെന്നില്ല. ഓരോ വേർഡ്സ് കുറച്ചായിട്ട് എഴുതിയാ മതി കേട്ടോ. ഒന്നിച്ച് എഴുതുമ്പോ നമുക്ക് കുഞ്ഞു കൈയല്ലേ, വിരലൊക്കെ വേദന എടുക്കും. കുറേശ്ശെ എഴുതിയാ മതി കേട്ടോ.
മടിയാണോ എഴുതാൻ? അലൻ ജോസഫ്? അലന് മടിയാന്ന്. എല്ലാം എടുക്കണ. അതെ. അധീന. അധീന എന്താ സിഡാവും ഇരിക്കുവാണോ? ഓക്കെ. ചെയ്യോ? ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യോ? ഗുഡ്. ഇന്ന് ഒത്തിരി ഹോംവർക്ക് ഉണ്ടോ? സാരമില്ല, കുറേശ്ശെയായിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഏതൊക്കെ പഠിച്ചു അക്ഷരദീപത്തില്? ജസ്റ്റ് പറഞ്ഞേ. അബ്, അഭയ്, അമൻ, അബൽ, അജൽ. അജൽ. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ വേണ്ടിയിട്ടുള്ള വർക്ക് കേട്ടോ ഇത്. നിങ്ങൾ പേടിക്കുകയും ചെയ്യരുത് കേട്ടോ. ഇത് എക്സാമിനൊന്നും വരുന്നതല്ല, പക്ഷെ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളതാ ഇത്. അതുകൊണ്ട് നന്നായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ. ആൻഡ്രൂ സ്റ്റാർട്ട് പറഞ്ഞ് പോലായോ? ആയില്ല, അവിടെ ഇരിക്ക്. മടുത്തോ മുഹമ്മദ്? ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. എന്തൊക്കെ പഠിച്ചു? ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പഠിച്ചു നമ്മള്? ടാറ്റ പറഞ്ഞ് പോകാറായി അല്ലേ? ആയില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ പഠിച്ചു? ചേർത്ത് മുതൽ ഇറ് വരെയുള്ള അക്ഷരങ്ങളുടെ വേർഡ്സ് പഠിച്ചു അല്ലേ? റിച്ചാർഡ് ടാറ്റ പറഞ്ഞ് പോയി അല്ലേ റിച്ചാർഡ്? ഇല്ലടാ, കുറച്ച് നേരം. നമുക്ക് ഇനി നെക്സ്റ്റ് ഫ്രൈഡേ തേഴ്സ്ഡേ അല്ലേ കാണുള്ളൂ. കുറച്ചുകൂടെ നമുക്ക് വിശേഷമൊക്കെ പറഞ്ഞിരിക്കാം. കുറെ പേര് ടീച്ചറിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കും. എഴുതാൻ അറിയാത്തവരൊക്കെ ടീച്ചറിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയാന്ന്. ഇപ്പൊ ഒത്തിരി കൂട്ടുകാരായി ടീച്ചർക്ക്. പുളിങ്ങോത്തും പാടിച്ചാലുള്ള എല്ലാ കുട്ടികളും തന്നെയായി അല്ലേ? പറയാനുണ്ടോ നിങ്ങൾക്ക്? മുഹമ്മദ്, ജിയ? ഒന്നും പറയാനില്ല. എന്താ ഇന്നത്തെ വർക്ക്? നമുക്ക് നോട്ട് ബുക്കിലും ഉണ്ടല്ലേ? ഹിന്ദിയുടെ നോട്ട് ബുക്കില് ഇവിടെ ശ്രദ്ധിച്ചേ. ഹിന്ദിയുടെ നോട്ട് ബുക്കില് എഴുതാനുണ്ട്. എന്താ? ഒന്നും എഴുതാനില്ലേ? ഷഹബറ, ഷഹബറ ഇവിടെ ശ്രദ്ധിക്കേ. ഉണ്ട്. ആദ്യം നമ്മൾ അക്ഷരങ്ങൾ എഴുതി, പിന്നെ മുഹമ്മദ് ആബിസ് എവിടെ? മുഹമ്മദ് ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്താ? ചേർത്ത് അനാർന്ന് പഠിച്ചു, എഴുതി നോട്ട് ബുക്കില്. ആസെ ആം എഴുതി. രണ്ടാമത് ഇന്ന് പഠിച്ചത് ഈസെ ഇമലി എഴുതണം നോട്ട് ബുക്കിൽ. ഏത് നോട്ട് ബുക്കിലാ? 2 ലൈൻ കോപ്പിയിലാ അല്ലെ? ഈസെ ഈക്ക് അല്ലെ? ഇമലി ഈക്ക് എവിടെയാ എഴുതേണ്ടത്? 2 ലൈൻ കോപ്പിയിലെ ഓരോ പേജിലും എഴുതണം. എഴുതി എഴുതി പഠിക്കണം കേട്ടോ. ഇനി കുറെ ദിവസമില്ലേ? ഞായറാഴ്ച ആവുമ്പോഴേക്ക് എഴുതി തീർത്താൽ മതി. പറ്റുമോ? ഉണ്ട്, പറ്റും. ഓക്കെ. ഞായറാഴ്ചക്കുള്ളിൽ എഴുതിയിടണേ. അത് കഴിഞ്ഞിട്ട് പോകരുത്. ഞായറാഴ്ചക്കുള്ളിൽ എല്ലാരും തന്നെ എഴുതി പോസ്റ്റ് ചെയ്യണം. പിന്നെ എന്താ പഠിച്ചേ? ഈസെ ഈഖായി എന്നല്ലേ? ഊസെ ഉല്ലു, ഊസെ ഊൻ അല്ലേ? നെക്സ്റ്റ് ഇറുസെ ഋഷി. ഇറൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടാവോ? ഇല്ല അല്ലേ? നല്ല ഈസിയാ. നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി എഴുതി പഠിച്ച. പ്രാവശ്യം ഫസ്റ്റിലോട്ട് നേരിട്ട് വന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അല്ലേ? സാരമില്ല. എഴുതാൻ അറിയാത്തവര് ടീച്ചറിന് പഴയതുപോലെ പതിവ് പോലെ വാട്സപ്പ് ചെയ്യാ. ടീച്ചർ പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞോളൂ ഇഷിക. അൺമ്യൂട്ട് ചെയ്ത് ടീച്ചറിനോട് സംസാരിച്ചോളൂ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എഴുതി അയക്കേണ്ട കാര്യം ടീച്ചർ ഇപ്പൊ വാട്സപ്പ് ചെയ്ത് തരും കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ. ആദ്യം
ആദിൻ എന്താ അത്? എന്താ ഇഷിക? ടീച്ചർ ചായ കുടിച്ചിനോ? ആ ടീച്ചർ ചായ കുടിച്ചു. താങ്ക് യു. നെക്സ്റ്റ് ആദിനോട് സംസാരിച്ചിട്ടേ ഇല്ല ടീച്ചർ. ആദിനൊന്ന് പറഞ്ഞേ. ആദിൻ വർക്കൊക്കെ ചെയ്യണം കേട്ടോ മോനെ. ആ ഓക്കെ. റിച്ചാർഡിന് വേണല്ലോ. റിച്ചാർഡ് പ്ലീസ് അൺമ്യൂട്ട്. റിച്ചാർഡ് ടീച്ചറോട് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് നേരത്തെ. ഇല്ലേ? ഉണ്ടല്ലോ. ആ പറഞ്ഞോളൂ. പ്ലീസ് അൺമ്യൂട്ട്. പഠിപ്പിച്ചതെന്താ ഹിന്ദിയില്? പഠിപ്പിച്ചില്ലേ? ഒന്നുകൂടി പഠിച്ചിരുന്നു. ഒന്നുകൂടെ പഠിപ്പിച്ചു തരണോ? 5 വരെ പഠിച്ചിട്ടുള്ളൂ. 5 വരെ പോരെ? നിങ്ങൾ അത്രയല്ലേ ആയുള്ളൂ. ബാക്കി വേണോ? ആ ബാക്കി തരാട്ടോ. 3 4 5 6 7 8 9 10. ആ 10 വരെ പഠിച്ചില്ല. നമ്മള് കുഞ്ഞിതല്ലേ. 5 വരെ മതി കേട്ടോ. ഇപ്പൊ 10 വരെ അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ. ഇനി ആർക്കാ ടീച്ചറോട് സംസാരിക്കേണ്ടത്? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോ. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോ. മിക്ദാദ് ഒന്നില്ല. 1 2 3 അടുത്തല്ലേ? 5 6 7 8 9 10. ഓക്കെ ഗുഡ്. അൻവിത ഗുഡ് മിടുക്കനാണ്. മുഹമ്മദ് റസി A 2 3 4 5 6 7 8 9 ഗുഡ്. ടൈം തീരാൻ പോണേ. എന്നിട്ട് എല്ലാരും പറഞ്ഞോ. 1 2 3 4 5 6 7 8 9 10. Okay, see you next Thursday. Bye. See you. Okay, bye. Thank you. Say thank you. Welcome. Bye. Bye. Bye.